നീ തെറ്റ് ചെയ്യണമെന്ന് നിന്റെ മനസ്സിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു കാര്യം നീ അറിയണം, നീ എതിര് ചെയ്യുന്നത് നിന്റെ റബ്ബിനോടാണ്. അതുകൊണ്ട് ഇനി മുതൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ റബ്ബിന്റെ ഭക്ഷണം കഴിക്കില്ലെന്ന് തീരുമാനിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാനായ ഇബ്രാഹിം ബിൻ അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ സമീപത്ത് ഒരാൾ വന്ന് വളരെ വലിയ സങ്കടം ബോധിപ്പിക്കുകയാണ്. തങ്ങളെ, ഞാൻ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളാണ്, നിരന്തരമായി ദോഷങ്ങളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും തെറ്റുകളിലാണ് എൻ്റെ ജീവിതം ഉള്ളത്, എനിക്കൊരു മാറ്റത്തിന് എന്നെ ഒന്ന് ഉപദേശിക്കുമോ എന്ന് മഹാനുഭാവനോട് ഒരാൾ വന്ന് പറഞ്ഞപ്പോൾ ഉപദേശമായി ഇബ്രാഹിം ബിൻ അദ്ഹം തങ്ങൾ പറയുന്നത്, മോനെ, നീ തെറ്റ് ചെയ്യണമെന്ന് നിന്റെ മനസ്സിൽ തീരുമാനമെടുക്കുമ്പോൾ ഒരു കാര്യം നീ അറിയണം, നീ എതിര് ചെയ്യുന്നത് നിന്റെ റബ്ബിനോടാണ്. അതുകൊണ്ട് ഇനി മുതൽ തെറ്റ് ചെയ്യുകയാണെങ്കിൽ റബ്ബിന്റെ ഭക്ഷണം കഴിക്കില്ലെന്ന് തീരുമാനിക്കണം. റബ്ബ് ശ്വസിക്കാൻ തരുന്ന വായു ശ്വസിക്കില്ലെന്ന് തീരുമാനിക്കണം. അവന്റെ ഭൂമിയിൽ ഇനി ഞാൻ ജീവിക്കൂല എന്ന് തീരുമാനിക്കണം. ഞാൻ അവനെ എതിര് ചെയ്യുകയാണെങ്കിൽ അവൻ കാണാത്ത സ്ഥലത്ത് പോയി ഞാൻ തെറ്റു ചെയ്യട്ടെ എന്ന് മനസ്സിനോട് അഭിപ്രായം പറയണം. ഒരിക്കൽ നീ മരണപ്പെടുമ്പോൾ, അസ്രായിൽ അലൈഹിസ്സലാത്തു വസ്സലാം നിന്റെ സമീപത്തെത്തുമ്പോൾ, ഞാൻ ഇപ്പോൾ മരണത്തിന് തയ്യാറല്ലെന്ന് നിനക്ക് പറയാൻ കഴിയണം. ഖബറിലേക്ക് എടുത്തു വെച്ച് ഖബറിൽ ചോദ്യം ചോദിക്കാൻ വേണ്ടി മലക്കുകൾ എത്തുമ്പോൾ എന്നോട് ചോദിക്കേണ്ടതില്ല, ഞാൻ ഉത്തരം പറയില്ല എന്ന് പറഞ്ഞ് നിനക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയണം. അതുപോലെ നാളെ ആഖിറത്തിൽ നിന്നെ കൊണ്ടുവരുമ്പോൾ ആഖിറത്തിന്റെ ആ ഭയാനകമായ നിമിഷത്തിനോട് എതിര് നിൽക്കാൻ നിനക്ക് കഴിയണം. അള്ളാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാതിരിക്കാനും അള്ളാഹുവിൽ നിന്ന് ഓടി രക്ഷപ്പെടാനും നിനക്ക് കഴിയുമെങ്കിൽ, ഈ പറയപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാൻ കഴിയുമെങ്കിൽ നിനക്ക് തെറ്റിലായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. അതല്ല, തീർച്ചയായും നിന്റെ റബ്ബിന്റെ മുമ്പിൽ നീ പ്രതിയായി പിടിക്കപ്പെടുമെന്ന തീർച്ചയായ ബോധ്യമുണ്ടെങ്കിൽ, ഉറപ്പുണ്ടെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം, അവനെതിര് ചെയ്യരുത്.